എത്ര മറയിട്ടാലും തടസ്സങ്ങൾ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അബ്ദുറഹീമിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ചോദിക്കാനൊക്കെ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഒരുപാട് പേടിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഇടാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു നമ്മുടെ റൈറ്റ് സ്റ്റോറി ന്യൂസിലെ ജംഷീർ ചോദിച്ചിരുന്നത്. ജംഷീറിൻ്റെ ഒരു പോസ്റ്റർ കാണാനിടയായി. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ജംഷീർ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജംഷീറിന്റെ ഓരോ ചോദ്യങ്ങളും ഒരുപാട് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ജംഷീർ ഈ കേസിൽ ഇടപെടാൻ തന്നെ കാരണം റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് ജംഷീർ ഈ ഒരു കേസുമായി വന്നത്. ജംഷീർ ഇടപെട്ട കേസൊക്കെ എൻ്റെ അറിവിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകെട്ട് മാത്രമേ ജംഷീർ ഏൽക്കാറുമുള്ളൂ. ജംഷീർ ഒരു കേസിൽ ഇടപെടണമെങ്കിൽ അതിലെന്തെങ്കിലും സത്യസന്ധത വേണം. അവൻ്റെതായ നിലപാടിൽ മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി സംസാരിക്കാൻ ജംഷീറിനെ കിട്ടില്ല. അങ്ങനെയാണ് ഈ അബ്ദുറഹീമിന്റെ കേസുകെട്ടുമായി ജംഷീർ വരുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. ഓരോ ചോദ്യങ്ങളും ബബ്ബബ്ബ അടിച്ചു പോകും. അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളായിരുന്നു. ഒരു കാരണവശാലും മറുപടി കൊടുക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ജംഷീർ ഇടപെട്ടതിന് ശേഷമാണ് ആ ഉമ്മക്ക് സൗദിയിൽ എത്താൻ പറ്റിയതും റഹീമിനെ കാണാൻ പറ്റിയതും. മാഷാ അല്ലാ, ജംഷീറിന്റെ ഇടപെടൽ കൊണ്ട് ആ ഉമ്മക്ക് മകനെ കാണാൻ പറ്റി. എന്നിട്ടും ഒരുപാട് കളികൾ അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജംഷീറിനെ അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് ജംഷീർ. പാലമാണ്. മഞ്ചേരി അല്ല, പാണ്ടിക്കാടും അല്ല, കരുവാരക്കുണ്ടിന്ന് മേലാറ്റൂർ റോഡിന് പോകുമ്പോൾ ഇരിങ്ങാട്ടിരി പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പല വീഡിയോകളിലും എൻ്റെ അഡ്രസ്സ് ഞാൻ വെളിപ്പെടുത്തിയാണ്. കാരണം അഡ്രസ്സ് വെളിപ്പെടുത്താതെ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഇക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇനി പറയാനുള്ളത്, റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം സൗദിയിലേക്ക് പോയതിന്റെ ഫണ്ട് അവതരണം ഏകദേശം 4.5 ലക്ഷം രൂപ ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത പൈസയിൽ നിന്നാണ് കുടുംബം സൗദിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് ആ കുടുംബം തന്നെ കമ്മിറ്റിയിൽ ആർക്കായാലും ജംഷീറിന്റെ ഓരോ ചോദ്യത്തിനും ബബ്ബബ്ബ അടിച്ചു പോകും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജംഷീർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ജംഷീർ. അതിനൊന്നും ജംഷീറിന് ഒരു മറുപടിയും കൊടുക്കാൻ പറ്റിയില്ല. ജംഷീറിന് മറുപടി കൊടുക്കാൻ പറ്റിയത് ഈ ഒരു രീതിയിലാണ് ഇവർക്ക് ജംഷീറിന് മറുപടി കൊടുക്കാൻ പറ്റിയത്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കേണ്ട ചോദ്യമാണ് ജംഷീർ ചോദിച്ചിട്ടുണ്ടായത്. ജംഷീറിന്റെ ഈ ഒരു പോസ്റ്ററാണ് എന്നെ വീഡിയോ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ വായിക്കാം. സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീം വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ സിദ്ദീഖ് തൂവൂർ ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കരുവാരക്കുണ്ട് CI സാർ എന്നെയും റഹീമിന്റെ പങ്ങള മകനായ ജവാദിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. CI സാറിന്റെ തീരുമാനപ്രകാരം റഹീം ജയിലിൽ നിന്നും ഇറങ്ങുന്നത് വരെ റഹീം വിഷയത്തിൽ എനിക്കെതിരെയോ ഞാൻ അവർക്കെതിരെയോ തൽക്കാലം യാതൊരുവിധ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും ചെയ്യരുത് എന്ന് തീരുമാനിച്ചു. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ബാക്കിയും കൂടി വായിക്കാം. കമ്മിറ്റിയെ പേടിച്ചോ അല്ലെങ്കിൽ സിദ്ദീഖ് തൂവൂരിനെ പേടിച്ചോ മറ്റുള്ളവരെ പേടിച്ചോ അല്ല വീഡിയോസ് നിർത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു ചങ്കുറ്റമുള്ള ഒരു മനുഷ്യനാണ് ജംഷീർ. ജംഷീറിനെ അറിയുന്നവർക്ക് നന്നായി അറിയാൻ പറ്റും. ജംഷീറിന്റെ ഓരോ വീഡിയോയിലും ഉണ്ട് ജംഷീറിന്റെ ആ ചങ്കുറ്റം. അവൻ ഇടപെട്ട ഓരോ കേസുകളും ജനുവനായിട്ട് തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. സത്യസന്ധമായ കേസുകളുടെ പിന്നാലെ ജംഷീർ പോയിട്ടുമുള്ളൂ. ഞാൻ ഇതിനിടെ ഒരു കേസുമായി ജംഷീറിന്റെ അടുത്ത് പോയിരുന്നു. നമ്മുടെ ദിയാ ഫാത്തിമയുടെ കേസുമായി. കുറച്ച് തിരക്കാണ്, തിരക്ക് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലൊന്ന് നമുക്ക് അറിയാൻ പറ്റും. ദിയാ ഫാത്തിമ മരിച്ചിട്ടുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, ഇതിന്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ജംഷീറിന് വരാൻ പറ്റിയാൽ നന്നായിരുന്നു. നിയമത്തിനും നിയമപാലകർക്കും ഞാൻ കൊടുക്കുന്ന ബഹുമാനം ഒന്ന് മാത്രമാണ്. ഞാൻ തൽക്കാലം റഹീം വിഷയത്തിൽ വീഡിയോസ് നിർത്തുന്നത്. തെളിവുകൾ സഹിതം ഇനിയും ഞാൻ വരും. ജനങ്ങളെ മൊത്തം വിഡ്ഢിയാക്കുന്ന
ഒരുത്തിനെയും വെറുതെ വിടില്ല. തൽക്കാലം ഒരു ഇടവേള മാത്രം, അത്ര തന്നെ. നുണകൾ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. ഒരു നാൾ എല്ലാ മറകളും നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, തീർച്ചയായും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കേസിൽ ഈ വ്ളോഗറായ റൈറ്റ് സ്റ്റോറി ന്യൂസിലെ ജംഷീറിനെ എന്തിനൊഴിവാക്കി? ജംഷീർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും സത്യമുണ്ട് എന്നല്ലേ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്? ജംഷീർ ഒരുപാട് കണക്കുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനൊന്നും ഇവർക്ക് യാതൊരു മറുപടിയുമില്ല. നമ്മൾ ജനങ്ങൾ ഓരോരുത്തർക്കും ചോദിക്കേണ്ട ചോദ്യമാണ് ജംഷീർ ചോദിച്ചത്. അപ്പോൾ ജംഷീർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ജംഷീറിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയത്? ജംഷീർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കമ്മിറ്റിക്കാർക്കെതിരെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജംഷീറിന്റെ റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്ന ചാനലിൽ പോയാൽ അറിയാം. ഒരുപാട് റഹീമുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജംഷീർ വീഡിയോ ചെയ്യാനുള്ള കാരണം റഹീമിന്റെ മോചനം വൈകിയത് തന്നെയാണ് ജംഷീർ വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവുമായിട്ടായിരുന്നു ജംഷീറിന്റെ വരവ്. ആ ചോദ്യത്തിന് ബബ്ബബ്ബ അടിക്കുന്ന ഒരുപാട് കമ്മിറ്റിയും റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിക്കാരും. ജംഷീർ എന്തെന്നായാലും വീഡിയോ നിർത്തിയാലും ജംഷീർ ഒരു കേസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യം പുറത്തു കൊണ്ടുവന്നേ ജംഷീർ അടങ്ങും. അത് കളവായാലും സത്യമായാലും ജംഷീർ അത് തെളിയിച്ചിട്ടേ ജംഷീർ അടങ്ങും. നിങ്ങൾ ഈ ചെയ്ത ഒറ്റ കാരണത്താൽ തന്നെ നമുക്കൊരു കാര്യം ബോധ്യമായി. എന്ത്? ജംഷീർ സംശയിച്ച ഓരോ കാര്യങ്ങളിലും സത്യമുണ്ടെന്ന്. ജംഷീർ ഈ കേസിൽ ഇടപെടാനുള്ള കാരണം അബ്ദുറഹീമിന്റെ മോചനം നാളെ എന്ന രീതിയിൽ ഇങ്ങനെ നീണ്ടുപോകുന്നത് കണ്ടാണ് ജംഷീർ ഈ ഒരു കേസിൽ ഇടപെട്ടത്. ജംഷീർ ഈ ഒരു കേസിൽ ഇടപെട്ടപ്പോൾ തന്നെ അതിന്റെ ഫലം കണ്ടു തുടങ്ങി. ഉമ്മ സൗദിയിലെത്തി, മകനെ കാണാനും ഇടയുണ്ടായി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ജംഷീറിനെ ഈ കേസിൽ നിന്ന് എന്തിനാ ഒഴിവാക്കിയേ? സത്യങ്ങളൊക്കെ മൂടിവെക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ? അല്ല, അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ജംഷീർ വേണ്ടാത്തത് എന്തെങ്കിലും ചോദിച്ചോ? ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ജംഷീർ ചോദിച്ചത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ജംഷീർ ചോദിച്ചത്. സംഭവം ഇത് ജംഷീർ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജംഷീർ തന്നെ അവരെ ഇറക്കിക്കൊണ്ടുവരുമോ എന്നൊരു സംശയം ഇവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പൈസയുടെ കണക്കൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ബബ്ബബ്ബ അടിക്കുന്ന കേസ് തന്നെ. അതൊക്കെ വിട്. ഇതിപ്പോൾ ജംഷീറിനെ ഒതുക്കാനുള്ള ഒരു വഴിയാണ് ഇവർ നോക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പരാതി കൊടുത്തത്. അല്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയേണ്ടി വരും. സത്യങ്ങളൊക്കെ എത്ര മൂടി വെച്ചാലും അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ജംഷീർ പറഞ്ഞതുപോലെ ഒരു കേസിന്റെ പിന്നാലെ ജംഷീർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റം കണ്ടേ ജംഷീർ തിരിച്ചു വരും. എന്നാലും എത്രയും പെട്ടെന്ന് റഹീം നാട്ടിലെത്തട്ടെ. ഇതുപോലുള്ള തടസ്സങ്ങളൊക്കെ പടച്ചറബ് എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കട്ടെ. ആ ഉമ്മക്ക് ആരോഗ്യവും ആഫിയത്തും പടച്ചറബ് കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. റഹീം എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അരികിലെത്താൻ വേണ്ടി എല്ലാവരും പടച്ചറബിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത് തന്നെ റഹീമിന്റെ സന്തോഷകരമായ വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.